നമസ്കാരം. നിലവറ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. തളി ശ്രീ വീരസ്ഥാനം വിരുട്ടാണം ഭഗവതി ക്ഷേത്രത്തിൽ ക്ഷേത്രം പൂജാരിയായ പ്രസന്നൻ അടികളെ സാമൂഹ്യ വിരുദ്ധർ ആക്രമിച്ചതായി പരാതി. ക്ഷേത്രം തുറന്ന് ഉപദേവത ശ്രീകോവിൽ കയറി വിളക്ക് വയ്ക്കുന്ന സമയത്തായിരുന്നു ആക്രമണം. ഉപദേവത ശ്രീകോവിലിൽ നിന്ന് നിലവിളി കേട്ട് ഓടിയെത്തിയ ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് ക്യാപ്റ്റൻ വി.കെ. ശങ്കുണ്ണി അടികളെ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലേക്ക് പ്രവേശിക്കുന്ന 2 വാതിലുകളും പൂട്ടിയിട്ട് ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയും കൈപ്പിടിച്ച് തിരിച്ച് അസഭ്യം പറഞ്ഞതായും പരാതിയിൽ പറയുന്നു. ക്ഷേത്രം തങ്ങളുടേതാണെന്ന് ആക്രോശിക്കുകയും ക്ഷേത്രം ട്രസ്റ്റിമാരായ മണികണ്ഠന്റെ തലക്കടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തുവെന്നും പറയുന്നു. തുടർന്ന് ക്ഷേത്രം 5:30 തുറക്കുന്നത് തടസ്സപ്പെട്ടു. ക്ഷേത്രത്തിന്റെ ദൈനംദിന പൂജാക്രമങ്ങൾ അക്രമികൾ തടസ്സപ്പെടുത്തുകയും ക്ഷേത്രത്തിന്റെ ദൈനംദിനമായിട്ടുള്ള ദീപാരാധന മുടക്കുകയും ചെയ്തു. എരുമപ്പെട്ടി പോലീസ് എത്തി അക്രമികളെ താക്കീത് ചെയ്ത ശേഷമാണ് പൂജകൾ പൂർത്തിയാക്കിയത്. തികച്ചും ക്ഷേത്രവിരുദ്ധവും നാലമ്പലത്തിൽ കയറിയുള്ള ആക്രമണവും അതിനെ തുടർന്നുണ്ടായിട്ടുള്ള പ്രവൃത്തികളും ഭക്തജനങ്ങളോടുള്ള വെല്ലുവിളിയായി മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ എന്നും, കൂടാതെ അക്രമം നടത്തിയതിന്റെ വീഡിയോ പ്രചരിപ്പിച്ചതിൽ നിന്നും ഇത് കരുതിക്കൂട്ടിയുള്ള ആക്രമണമാണ് എന്നും ക്ഷേത്രത്തിന്റെ പരിപാവനതയും പ്രതിഷ്ഠയുടെ സങ്കല്പത്തെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ആക്രമണം നടത്തിയിട്ടുള്ളതെന്നും ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു. CCTV ന്യൂസ്, തളി. മുതുതല പഞ്ചായത്തിൽ വയോജനങ്ങൾക്കുള്ള കട്ടിൽ വിതരണവും വയോജന ഗ്രാമസഭയും സംഘടിപ്പിച്ചു. മുഹമ്മദ് മുഹസിൻ MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മുതുതല ഗ്രാമപഞ്ചായത്തിൽ വയോജന ഗ്രാമസഭയും ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള വയോജനങ്ങൾക്കുള്ള കട്ടിൽ വിതരണവുമാണ് വിവിധ പരിപാടികളോടെ നടത്തിയത്. കുടുമുണ്ട ബാബു സോട്ടൂത്തിൽ വെച്ചായിരുന്നു ചടങ്ങ്. മുഹമ്മദ് മുഹസിൻ MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ചില പ്രത്യേക ആവശ്യങ്ങൾ ഉണ്ടാവും. അത് ചിലപ്പോൾ പൊതുവായിട്ട് എല്ലാവരും പറഞ്ഞുകൊള്ളണമെന്നില്ല. അപ്പൊ ആ മേഖലയിലുള്ള ആളുകൾക്ക് ആ ആവശ്യങ്ങൾ പറയുകയും അത് പരിഹരിക്കാനും അതിനു വേണ്ടി ഫണ്ട് കണ്ടെത്താനും അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും നടത്താനും ഒക്കെ കഴിയുന്ന രീതിയിലാണ് വളരെ മുൻകൂട്ടി തന്നെ ഇത്തരത്തിൽ ഗ്രാമസഭകൾ വിളിച്ചുകൊണ്ട് പരിപാടികൾ നടത്തുന്നത്. മുതുതല പഞ്ചായത്ത് വളരെ തയ്യാറെടുപ്പോട് കൂടിയാണ് ഈ മേഖലകളിൽ വ്യത്യസ്ത മേഖലകളിലുള്ള ആളുകളെ വിളിച്ചുകൊണ്ടുള്ള ഗ്രാമസഭകൾ നടത്തുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ഭിന്നശേഷിക്കാരുടെ ഗ്രാമസഭ നടക്കുകയാണ്. അതിന് മുമ്പൊരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ഇത്തരത്തിൽ ഗ്രാമസഭകളിൽ പറഞ്ഞ ആവശ്യങ്ങൾ അത് ഉയർത്തിക്കൊണ്ട് ഫണ്ട് വെച്ച് ആ ഫണ്ടിന്റെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ ക്യാമ്പ് നടത്തി ആവശ്യമായിട്ടുള്ള മുഴുവൻ ഉപകരണങ്ങളും ആ മേഖലയിൽ വിതരണം ചെയ്യുന്ന പരിപാടിയാണ് നടന്നത്. അപ്പോൾ വളരെ കൃത്യമായി ഗ്രാമസഭകൾ നടക്കുക മാത്രമല്ല, അതിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങളിലൂടെ പദ്ധതികൾ ആവിഷ്കരിച്ച് അത് കൃത്യമായി അർഹതപ്പെട്ടവർക്ക് കൊടുക്കുന്ന കാര്യത്തിൽ ഒരു മാതൃകയായിട്ടുള്ള പ്രവർത്തനമാണ് നമ്മൾ മുതുതല ഗ്രാമപഞ്ചായത്ത് നടത്തുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A. ആനന്ദവല്ലി ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. SC ജനറൽ വിഭാഗത്തിലെ വയോജനങ്ങൾക്കാണ് കട്ടിലുകൾ നൽകിയത്. സ്ഥിരസമിതി അധ്യക്ഷ ബുഷറ സമദ്, M. സുബൈദ, CP വനജ, PD സുബീഷ്, T. ചന്ദ്രമോഹൻ, സുരേഷ്, K. സുനിൽ, ICDC ഓഫീസർ സുരേഖ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. പട്ടാമ്പിയിൽ താലൂക്ക് ഇലക്ഷൻ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ O. ലക്ഷ്മിക്കുട്ടി മത്സരം ഉദ്ഘാടനം ചെയ്തു. പരിപാടികളാണ് നമ്മളെല്ലാവരുടെ ക്വിസ് കോമ്പറ്റീഷൻ, ബെസ്റ്റ് ഡ്രോയിങ് ആണ് നമുക്ക് തന്നത്. ഉദ്യോഗസ്ഥർക്ക് ചെസ് കോമ്പറ്റീഷനും ഉണ്ട്. അപ്പോൾ ഇത് താഴെ തട്ടില്ല, അതായത് ഇപ്പോൾ പുതുതായി വരുന്ന വോട്ടർമാർ 18 വയസ്സായി ആദ്യത്തെ വോട്ട് ചെയ്യുന്നവർക്ക് വലിയ പ്രയാസങ്ങളുണ്ടായിരിക്കും അല്ലേ. നമ്മൾ കുറേ ദിവസങ്ങൾക്ക് മുന്നേ തന്നെ വോട്ടിംഗ് മെഷീന്റെ പ്രവർത്തനം നമ്മൾ പരിചയപ്പെടുന്നതിന് വേണ്ടി ഇവിടെ താലൂക്കിൽ തന്നെ അതിന്റെ പ്രദർശനങ്ങൾ നടത്തിയിട്ട് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, മുൻകാലങ്ങളിൽ നിന്ന് മാറി നമുക്ക് മെഷീനിലാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത്. ആ വോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥിയുടെ പേരിൽ അമർത്തുമ്പോൾ അതേ ആൾക്ക് തന്നെയാണോ നമ്മൾ വോട്ട് രേഖപ്പെടുത്തിയത്, അല്ലെങ്കിൽ അതേ ചിഹ്നത്തിൽ തന്നെയാണോ വോട്ട് രേഖപ്പെടുത്തിയത് എന്ന് അറിയുന്നതിനൊക്കെ നമുക്ക് അപ്പോഴേക്കപ്പോഴേ നമുക്ക് സംവിധാനമുണ്ട് അല്ലേ. നമുക്ക് നമ്മൾ നോട്ട് ഡിജിറ്റൽ നോട്ട് അതങ്ങനെ വരും. അല്ല, നമ്മൾ ഏത് സ്ഥാനാർത്ഥിക്ക് അല്ലെങ്കിൽ ചിഹ്നത്തിനാണോ നമ്മൾ വോട്ട് ചെയ്തതെങ്കിൽ അത് നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. നമ്മുടെ വോട്ട് നമ്മൾ ചെയ്ത ആൾക്ക് തന്നെയാണെന്ന് നമ്മൾക്ക് തന്നെ ഉറപ്പിക്കാൻ പറ്റും. ഭൂരേഖ തഹസിൽദാർ ഗിരിജാദേവി, തഹസിൽദാർ TP കിഷോർ, ഡെപ്യൂട്ടി തഹസിൽദാർ സയ്യിദ് മുഹമ്മദ്, ഇലക്ഷൻ ഡെപ്യൂട്ടി തഹസിൽദാർ ഹരിദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. ജനുവരി 15 മുതൽ ഫെബ്രുവരി 14 വരെ നടത്തുന്ന ദേശീയ റോഡ് സുരക്ഷാ
ബോധവൽക്കരണത്തിന്റെ ഭാഗമായി വടക്കാഞ്ചേരി സബ് RTO ഓഫീസും ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് കൂട്ടായ്മയും ചേർന്ന് മാസ് ഡ്രൈവിംഗ് സ്കൂളിന്റെ നേതൃത്വത്തിൽ ചെറുതുരുത്തിയിൽ റോഡ് സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. വടക്കാഞ്ചേരി ജോയിന്റ് RTO അഫ്സൽ അലി കെ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ സെക്രട്ടറി കെ രാജേഷ് അധ്യക്ഷത വഹിച്ചു. 39 വർഷമായി ഓട്ടോറിക്ഷ നിരത്തിലൂടെ ഓടിച്ച് യാതൊരു അപകടവും സംഭവിക്കാതെ ഇപ്പോഴും ഡ്രൈവറായി സേവനം ചെയ്യുന്ന 70 വയസ്സുള്ള വി ബാലകൃഷ്ണനെ ചടങ്ങിൽ പൊന്നാട അണിയിച്ച് ആദരിച്ചു. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ AK രാജീവ്, ചെറുതുരുത്തി സബ് ഇൻസ്പെക്ടർ EV സുഭാഷ്, ഡ്രൈവിംഗ് സ്കൂൾ ഓണർ KR സുബ്രഹ്മണ്യൻ, അച്യുതൻകുട്ടി എന്നിവർ സംസാരിച്ചു. അതാണ് നിങ്ങളുടെ കുട്ടികൾ വാർത്തെടുക്കേണ്ടത്. അത് നിങ്ങളാണ് തീരുമാനിക്കുന്നത്. ജീവിതത്തിൽ റോഡിൽ മാത്രമല്ല ഈ ഡിസിപ്ലിനും മാനേഴ്സും നിങ്ങൾ നോക്കേണ്ടത്. റോഡിൽ ഡിസിപ്ലിനും മാനേഴ്സും ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ജീവൻ തന്നെ നഷ്ടപ്പെടാം. ഇല്ലേ? അപ്പൊ ഇത്രയും നേരം നമ്മൾ പറഞ്ഞെന്താ? ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്നത് റോഡ് അപകടങ്ങളിലാണ്. അല്ലേ? തർക്കമുണ്ടോ? ഈ കൊറോണ വന്ന് മരിച്ചതിലും ഈ സുനാമി വന്ന് മരിച്ചതിലും കൂടുതൽ ആളുകൾ മരിക്കുന്നത് റോഡിലാണ്. എന്തുകൊണ്ടാണ് റോഡിൽ അപകടം ഉണ്ടാവുന്നതിനുള്ളതിന്റെ മൂല കാരണത്തിലേക്കാണ് നമ്മൾ ചെന്നുകൊണ്ടിരിക്കുന്നത്. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകൾ. തലമുറകൾ തോറും വളരുന്ന സ്നേഹം പൊന്നായി മാറട്ടെ. പൈതൃകത്തിന്റെ പൊന്നിന് പുതുമയുടെ മുദ്രണം തികച്ചും സൗജന്യമായി. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. വാർത്തകൾ തുടർന്നു. വ്യാപാരി സംരക്ഷണ യാത്രയ്ക്ക് പട്ടാമ്പിയിൽ സ്വീകരണം നൽകുന്നതിന്റെ ഭാഗമായി മേഖലാതല യോഗം ചേർന്നു. ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ യോഗം ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര നേതൃത്വം നൽകുന്ന വ്യാപാര സംരക്ഷണ യാത്രയ്ക്ക് ഫെബ്രുവരി 2-നാണ് പട്ടാമ്പിയിൽ സ്വീകരണം നൽകുക. സ്വീകരണവുമായി ബന്ധപ്പെട്ടാണ് മണ്ണാർക്കാട്, ഒറ്റപ്പാലം, ഷൊർണൂർ, പട്ടാമ്പി, തൃത്താല മണ്ഡലങ്ങളിലെ മേഖലാതല യോഗം മേലെ പട്ടാമ്പി ചിത്രാകൂട്ടത്തിൽ വെച്ച് നടത്തിയത്. ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ യോഗം ഉദ്ഘാടനം ചെയ്തു. ഇനിയും നമുക്ക് നിശബ്ദരാകാൻ കഴിയില്ല. ചെറുകിട വ്യാപാര മേഖല അനുഭവിക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് അതിശക്തമായിട്ടുള്ള ഇടപെടലുകൾ നടത്തണമെന്ന തീരുമാനത്തിൽ നിന്നാണ് ഇത്തരമൊരു ജാഥ നടത്തണമെന്ന ആശയത്തിലേക്ക് നമ്മുടെ സംസ്ഥാന കമ്മിറ്റി എത്തിച്ചേർന്നു. വളരെ ഗൗരവമേറിയിട്ടുള്ള വിഷയങ്ങളാണ് വ്യാപാര മേഖലയിൽ ഇന്ന് നിലനിൽക്കുന്നത്. ഫെബ്രുവരി മാസം 28-ന് മുൻപായി എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ട്രേഡ് ലൈസൻസ് പുതുക്കണം, വ്യാപാര ലൈസൻസ്. ആ ലൈസൻസ് പുതുക്കണമെങ്കിൽ ഈ വർഷം പുതിയ ചില കരാറുകൾ നാം എഴുതി ഒപ്പിട്ട് നൽകും. ആ കരാറുകളിൽ പറയുന്ന വ്യവസ്ഥ അത് പൂർണ്ണമായും കൊച്ചു വ്യാപാരികൾക്ക് ഒരു തരത്തിലും പ്രാവർത്തികമാക്കാൻ കഴിയാത്ത നിയമങ്ങളും നിർദ്ദേശങ്ങളുമാണ് ഈ കരാറിലുള്ളത്. യോഗത്തിൽ ജില്ലാ ജനറൽ സെക്രട്ടറി KA ഹമീദ് അധ്യക്ഷനായിരുന്നു. ജില്ലാ വൈസ് പ്രസിഡന്റ് മുസ്തഫ മുളയങ്കാവ്, സംസ്ഥാന സെക്രട്ടറി VM ലത്തീഫ്, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ TP സക്കീർ, AP മാനു, ബാസിദ്, ജില്ലാ സെക്രട്ടറി MPM മുസ്തഫ, പട്ടാമ്പി മണ്ഡലം പ്രസിഡന്റ് V മൊയ്തു ഹാജി, തൃത്താല മണ്ഡലം പ്രസിഡന്റ് KR ബാലൻ, മണ്ണാർക്കാട് മണ്ഡലം പ്രസിഡന്റ് രമേശ് പൂർണിമ, ഷൊർണൂർ മണ്ഡലം പ്രസിഡന്റ് ശശികുമാർ, ഒറ്റപ്പാലം മണ്ഡലം പ്രസിഡന്റ് അരവിന്ദാഷൻ തിരുവാഴിയോട്, KP റസാഖ്, M സിദ്ദീഖ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ചാലിശ്ശേരി പടിഞ്ഞാറെ പട്ടിശ്ശേരിയിൽ CPM DYFIയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഗ്രാമത്തിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച പ്രതിഭകൾക്ക് സ്നേഹാദരവ് നൽകി. തദ്ദേശ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ പാഴൂർ ദാമോദരൻ, MM നാരായണൻ നമ്പൂതിരി, പറക്കോട്ടിൽ മനോഹരൻ, ഹരിത കർമ്മസേന അംഗങ്ങൾ എന്നിവർക്ക് മന്ത്രി ഉപഹാരം സമ്മാനിച്ചു. വാർഡ് മെമ്പർ P ദിജിമോൾ അധ്യക്ഷയായി. മുൻ MLA TP കുഞ്ഞുണ്ണി, ഏരിയ കമ്മിറ്റി അംഗം TM കുഞ്ഞുകുട്ടൻ,
ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KR വിജയമ്മ, ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി സുധീഷ് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ധന്യ സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ബ്രാഞ്ച് സെക്രട്ടറി P ഹരിദാസ് സ്വാഗതവും ജിനു M നന്ദിയും പറഞ്ഞു. ഇവിടുത്തെ CPIM-ന്റെയും ഡിവൈഎഫ്ഐയുടെയും പ്രവർത്തകരെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. രണ്ട് കാര്യത്തിലാണ്. ഒന്ന്, ഈ നാട്ടിൻപുറത്തുള്ള എല്ലാ രംഗത്തെയും പ്രഗത്ഭരെയും മിടുക്കരെയും, അതിൽ ഇവിടെ ബഹുമാന്യനായ സംസ്കൃത പണ്ഡിതൻ ഡോക്ടർ പാഴൂർ ദാമോദരൻ, അതുപോലെ നമ്മുടെ ആയുർവേദ സസ്യപരിപാലനത്തിൽ മികവ് തെളിയിച്ച നാരായണൻ നമ്പൂതിരി മുതൽ അയ്യപ്പ വിളക്ക് കലാകാരൻ പാറക്കാട്ടിൽ മനോഹരനുണ്ട്, ഇവിടുത്തെ ആദ്യത്തെ ആയുർവേദ ഡോക്ടർ ഉണ്ട്, ആദ്യത്തെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഉണ്ട്, ജിഷ്ണു ചിത്രകാരൻ ജിഷ്ണു ഉണ്ട്, പിന്നെ ബോഡി ബിൽഡിങ്ങിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഒരു വിഭാഗം സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും പണിമുടക്കിയ ജീവനക്കാർ പട്ടാമ്പിയിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംയുക്ത അധ്യാപക സർവീസ് സംഘടനയായ UTEF-ന്റെ നേതൃത്വത്തിൽ സർക്കാർ ജീവനക്കാരും അധ്യാപകരും പണിമുടക്കിയത്. DA കുടിശ്ശിക അനുവദിക്കുക, ശമ്പള കുടിശ്ശിക അനുവദിക്കുക, പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക, വിലക്കയറ്റം തടയുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പണിമുടക്ക്. പണിമുടക്കിയ ജീവനക്കാരും അധ്യാപകരും പട്ടാമ്പിയിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. മേലെ പട്ടാമ്പിയിൽ നിന്നുമാണ് പ്രകടനം ആരംഭിച്ചത്. ജീവനക്കാരെ കുലംകുത്തികളെ ചരിത്രം നിങ്ങൾക്ക് മാപ്പ് തരില്ല. പോരാട്ടമാണിത്, പോരാട്ടം. തുടർന്ന് പട്ടാമ്പി സിവിൽ സ്റ്റേഷന് മുന്നിൽ നടന്ന ധർണ KSTU നേതാവ് നാസർ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, അതുപോലെ ഗവൺമെന്റ് സെക്രട്ടറിമാർ, വിവിധ 14 ജില്ലയിലെ ജില്ലാ കളക്ടർമാർ, അതുപോലെ താലൂക്ക് ഓഫീസിലെ തഹസിൽദാർമാർ, ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർമാർ, മുനിസിപ്പാലിറ്റികളിലെ ഓഫീസർമാർ എല്ലാവരെയും ഈ സമരം ഞങ്ങൾ ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. ഈ സമരം ഒരു നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇതൊരു ജീവൽ പ്രധാനമായ ജീവനക്കാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സമരമാണ്. സർക്കാർ ജീവനക്കാരെ ഈ ഗവൺമെൻറ് വളരെ നിസ്സാരമായിട്ടാണ് കാണുന്നത് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്. ഞങ്ങളുടെ കാലാകാലങ്ങളായി ഞങ്ങൾ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് പോരാടുന്നതെങ്കിൽ ഈ സമരം ഞങ്ങളുടെ അവകാശങ്ങൾ നിലനിർത്താനുള്ള പോരാട്ടത്തിലാണ്. ഞങ്ങൾക്ക് ലഭിക്കേണ്ട DA കുടിശ്ശിക ഈ മാസം 2024 ജനുവരി അവസാനിക്കുമ്പോൾ 21% DA ഞങ്ങൾക്ക് കുടിശ്ശികയാണ്. ഞങ്ങൾ ഈ സംസ്ഥാനത്ത് കൂലി വർദ്ധിക്കാത്ത ഒരേ ഒരു വിഭാഗം സർക്കാർ ജീവനക്കാരാണ്. 3 വർഷമായി 4 വർഷമായി കൂലി വർദ്ധിക്കാത്ത, വേതനം വർദ്ധിക്കാത്ത ഒരു വിഭാഗം സർക്കാർ ജീവനക്കാർ. സെറ്റോ ചെയർമാൻ സുരേഷ് ബാബു അധ്യക്ഷനായിരുന്നു. മറ്റു സംഘടനാ നേതാക്കളായ P അബ്ദുൽ നാസർ, PM കൃഷ്ണൻ നമ്പൂതിരി, MT ഇർഫാൻ, ഖാദർ, PM രാജേഷ്, ഹമീദ്, അബ്ദുൾ റഷീദ്, ET അബ്ദുൽ സമദ്, ഫൈസൽ ബാബു, ഖാലിദ്, ഷമീർ, ബിജോയ് S നാരായണൻ, KM അജീഷ്, റിഷാദ് ബാബു തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. തളി നെഹ്റു സ്മാരക വായനശാലയുടെ ആഭിമുഖ്യത്തിൽ കൊയ്ത്തുത്സവം നടത്തി. വായനശാലയുടെ സ്വന്തം സ്ഥലത്ത് കൃഷി ചെയ്ത നെല്ലിന്റെ വിളവെടുപ്പ് വരവൂർ പഞ്ചായത്ത് അംഗം V സക്കീന നിർവഹിച്ചു. വായനശാല പ്രസിഡന്റ് AV ശ്രീധരൻ, സെക്രട്ടറി CK വിനോദ്, K ചിത്രലേഖ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇതോടെ നിലവിലെ വിശേഷങ്ങൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.